ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വെട്ടിക്കളയുന്ന വാഴത്തണ്ട് വെച്ചിട്ട് നമ്മൾ ഉള്ളിത്തണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. ഈ വാഴത്തണ്ടിൽ ഒരു 5 ചെറിയ വട്ടത്തിൽ മാർക്ക് ചെയ്ത് ആദ്യം ഒന്ന് ചെറിയൊരു ഹോളാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ എടുത്തു വച്ചിരിക്കുന്ന സവാള ഒരു സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേര് ഇറങ്ങുന്ന ഭാഗം ഈ സൈഡിലോട്ട് 5 എണ്ണമായിട്ട് നമ്മൾ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ 2 സൈഡ് വശവും വാഴത്തടയുടെ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കുക. കാരണം ഇതിനകത്തേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂട് എടുത്തിട്ട് നല്ല പോലെ കവർ ഇട്ടിട്ട് കെട്ടി വെക്കുന്നുണ്ട്. കാരണം ഇത് കെട്ടി വെക്കുന്നതിൻ്റെ 2 സൈഡും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കെട്ടി വെക്കുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇതിനകത്തുള്ള ജലാംശം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ട്, ഇതിനകത്ത് കിടക്കുന്ന വെള്ളമുണ്ട്. ഈ വെള്ളം രണ്ടും പുറത്തോട്ട് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൈഡ് വശം കെട്ടിവെക്കുന്നത്. ഇനി ചെയ്യുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരേപോലെ ചെറുതായിട്ട് തുരന്ന് ഒരു സൈഡ് വശം തുറന്നിട്ട് കുഴിയാക്കി എടുത്തിട്ട് എല്ലാത്തിനും ഒന്ന് മാർക്ക് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്ത് അതിനുശേഷം എല്ലാം ഒന്ന് വട്ടത്തിൽ തുറന്ന് കുഴിയാക്കി എടുക്കുന്നുണ്ട്. കുഴിയാക്കി അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കുത്തിക്കളയുക. കുറച്ച് വെള്ളം ഇറങ്ങി നിൽക്കുകയും വേണം, അതുപോലെ തന്നെ വേരിറങ്ങി പോവുകയും വേണം. അപ്പോൾ അകംവശം ഒന്ന് കുത്തി കത്തി കൊണ്ടൊന്ന് കുത്തി എടുത്ത് അതിനകത്ത് നിന്നിരിക്കുന്നതെല്ലാം എടുത്ത് കളയുക. അങ്ങനെ ഇതുപോലെ തന്നെ 5 എണ്ണവും ചെയ്ത് റെഡിയാക്കി എടുക്കുക. റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ സവാള എടുത്തിട്ട് മുറിച്ചിട്ട് ഇതിനകത്തോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനെ മുറിച്ച് എടുത്ത് കഴിയുമ്പോൾ ഒന്ന് വെച്ച് നോക്കുക ഏതാണ് സൈസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏകദേശം സൈസ് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകംവശത്ത് കുറച്ച് കത്തി കൊണ്ട് ഒന്ന് കുത്തി ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക. വെള്ളം ഇറങ്ങി വേരൊക്കെ ഇറങ്ങിപ്പോകാൻ പാകത്തിന്. ഇപ്പോൾ ഇതിൻ്റെ കുഴിയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 5 എണ്ണത്തിൻ്റെയും എല്ലാം സെറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ഹോളാക്കി റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത 5 എണ്ണത്തിൻ്റെയും ഹോളെല്ലാം റെഡിയാക്കി അകംവശമെല്ലാം കുത്തി അകത്തുനിന്ന് കുറച്ചെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഈ സവാള ഇറക്കി വെച്ചാൽ മാത്രം മതി. ഇനി ഓരോന്നിലേക്ക് ആയി നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ആ സവാള കട്ട് ചെയ്ത് ഓരോന്നായിട്ട് നല്ല പോലെ ഇറക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് ഭാഗം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മേലെ സൈഡ് മാത്രം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതിലൂടെയാണ് ഉള്ളിത്തണ്ട് ഉണ്ടായി വരുന്നത്. അപ്പം ഇത് ഓരോന്നായിട്ട് നോക്കി അതിനകത്ത് ശരിക്കും ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കി എടുത്ത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഭിത്തിയുടെ സൈഡിൽ ഒന്ന് അപ്പുറം ഇപ്പുറയും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നല്ല പോലെ ഒരു സൈഡിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ അവസ്ഥയിൽ ഒരു 15 ദിവസം 20 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ളിത്തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. അപ്പം ഇനി നമുക്കൊരു 10 ദിവസം വെയിറ്റ് ചെയ്യാം. ഇത് നല്ല വേരൊക്കെ വന്നിട്ട് 10 ദിവസം കൊണ്ട് ആയി നിൽക്കുന്നതാണിത്. അപ്പം ഇവിടെ കുറച്ച് വെള്ളമൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ എല്ലാം ഇച്ചിരി ചീഞ്ഞിട്ടൊക്കെ ഉണ്ട്, കുറച്ച് ചീഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ വെള്ളമൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒരു 10 ദിവസം കൂടെ വെച്ച് ഒരു 5 ദിവസം കൂടെ വെച്ച് കഴിയുമ്പോൾ നല്ല തണ്ടുകൾ എല്ലാത്തിനകത്ത് കയറി വരും.